വാട്സ്ആപ്പ് ലോകമെമ്പാടും 200 കോടിയോളം ഉപഭോക്താക്കളുള്ള മെസ്സേജിംഗ് ആപ്പാണ്. വാട്സ്ആപ്പ് ഉള്ളവർ അതിൽ ഈ ആഴ്ച വന്ന ഒരു പ്രധാന മാറ്റം ശ്രദ്ധിച്ചു കാണും. വാട്സ്ആപ്പിൽ നിങ്ങളുടെ ചാറ്റുകൾക്ക് താഴെ വലതുവശത്തായി വൃത്തത്തിൽ നീല നിറത്തിലുള്ള ഒരു ഐക്കൺ ഇപ്പോൾ കാണാൻ കഴിയും. മെറ്റയുടെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ചാറ്റ് ബോട്ടായ മെറ്റ AI-ലേക്കുള്ള ഷോർട്ട് കട്ടാണിത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും എന്തെങ്കിലും പഠിക്കാനും അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും സഹായിക്കുന്ന മെറ്റയുടെ ഒരു ഓപ്ഷണൽ സേവനമാണ് വാട്സ്ആപ്പ് വഴിയുള്ള മെറ്റ AI എന്നാണ് കമ്പനി വിശദീകരിക്കുന്നത്. കുറച്ചു കാലമായി അമേരിക്കയിൽ ഈ ടൂൾ ലഭ്യമായിരുന്നെങ്കിലും അടുത്തിടെ മാത്രമാണ് UK-യിൽ എത്തിത്തുടങ്ങിയത്. എന്നാൽ പല ഉപഭോക്താക്കളും ഇതിനെക്കുറിച്ച് കടുത്ത അതൃപ്തിയിലാണ്. ഇപ്പോൾ അവരിൽ പലരും ചോദിക്കുന്നത് ഇതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നാണ്. വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന സമയത്തെല്ലാം ഇതൊരു മെനക്കേടായി മാറുകയാണ് എന്നാണ് അവർ പറയുന്നത്. തങ്ങൾ പലരും ഇത് ഉപയോഗിക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കുന്നു. രോഷം സഹിക്കാതെ ഒരു ഉപഭോക്താവ് പറഞ്ഞത് തന്റെ മൊബൈൽ ഫോൺ എടുത്ത് കപ്പൽ കനാലിൽ എറിയുന്നതിന് മുൻപ് ഇതൊന്ന് മാറ്റിത്തരാൻ പറ്റുമോ എന്നാണ്. എന്നാൽ മെറ്റ പറയുന്നത് സാമൂഹിക അനുഭവങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ സാധ്യതകൾ തുറക്കുന്നതിനും ആളുകൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരം ഇടപഴകാൻ കഴിയുന്ന ഒരു സഹായിയാണ് ഈ സംവിധാനം എന്നാണ്. ഗ്രൂപ്പ് ചാറ്റിൽ നടക്കുന്ന ഒരു സംവാദം നിങ്ങൾക്ക് പരിഹരിക്കണമെന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ അലട്ടുന്ന ഒരു സംശയത്തിന് ഉത്തരം കാണേണ്ടതുണ്ടോ എങ്കിൽ മെറ്റ AI അതിന് നല്ലൊരു സഹായി ആയിരിക്കുമെന്നും മെറ്റ അധികൃതർ കൂട്ടിച്ചേർക്കുന്നു. നിങ്ങളുടെ ഫ്രിഡ്ജിൽ എന്തൊക്കെ സാധനങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്ന് നോക്കിയതിനു ശേഷം അവ ഉപയോഗിച്ച് ഏതൊക്കെ പാചകം ചെയ്യാമെന്ന് മെറ്റ AI-യോട് ചോദിച്ചാൽ ഉടനടി പരിഹാരം ലഭിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു. അതുപോലെ ഏതൊക്കെ റെസ്റ്റോറന്റിൽ നിങ്ങളുടെ ഇഷ്ടവിഭവം ലഭിക്കുന്നുവെന്നും മെറ്റ AI പറഞ്ഞു തരുമെന്നുമൊക്കെയാണ് കമ്പനി പറയുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ ഉപഭോക്താക്കളെ തൃപ്തരാക്കുന്നില്ലെന്നത് മാത്രമല്ല രോക്ഷാകുലരാക്കുകയും ചെയ്യുന്നു. സഭ്യമല്ലാത്ത വാക്കുകൾ പോലും ഉപയോഗിച്ചാണ് ചിലർ മെറ്റ AI-യെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നത്. മറ്റൊരാൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് താൻ ജീവിതത്തിൽ ഒരിക്കലും ഈ സംവിധാനം ഉപയോഗിക്കില്ല എന്നാണ്. കമ്പനി ഇപ്പോൾ ചെയ്യേണ്ടത് ഉപഭോക്താക്കൾക്ക് മെറ്റ AI പ്രവർത്തനരഹിതമാക്കാനും സ്ക്രീനിൽ നിന്ന് മാറ്റാനുള്ള ഓപ്ഷനും തരണം എന്നാണ്. വിചിത്രമായ മറ്റൊരു കാര്യം, പലരും മെറ്റ AI-യോട് ചോദിക്കുന്ന സംശയം ഇതെങ്ങനെ നീക്കം ചെയ്യാം എന്നാണ്. എന്നാൽ അവർക്ക് ലഭിച്ച മറുപടി ആകട്ടെ അപ്രായോഗികവുമാണ്. ഇതിൽ നിലവിലില്ലാത്ത കാര്യങ്ങളാണ് മെറ്റ AI തന്നോട് ആവശ്യപ്പെട്ടതെന്ന് മറ്റൊരാൾ കോപത്തോടെ പറയുന്നു. AI ചാറ്റ് ബോർഡ് നീക്കം ചെയ്യാൻ ഒരു സംവിധാനവും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത് ചാരപ്പണിക്കായി ഉപയോഗിക്കുന്ന ആപ്പാണോ എന്നും ചിലർ സംശയം പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഓരോരുത്തരുടെയും സ്വകാര്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നാണ് മെറ്റ വ്യക്തമാക്കിയിട്ടുള്ളത്.